ഫെബ്രുവരി 5-ാം തീയതി ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു തന്ന സ്വിഫ്റ്റ് ആയിരിക്കില്ലേ ഇത് തരാൻ പോകുന്നത്. അടിപൊളി മാറ്റിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ വണ്ടി എങ്ങനെ എത്തിക്കാൻ പോവാണ്. കണ്ടേക്കാം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുകയാണ്. എവിടാന്നറിയണ്ടേ? നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിന്റെ വണ്ടിയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അരിഞ്ഞേട്ടാ എന്തുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മുടെ സെൻ എടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്തെടുക്കണമെന്ന് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ സെന്നി നടന്നില്ല. പക്ഷെ നമ്മുടെ സ്വിഫ്റ്റില് നടക്കുമെന്ന് അല്ലേ? സെന്നിൽ നടക്കും. സെന്ന് നമ്മൾ ചെയ്തിരിക്കും. നമ്മുടെ ഗുബൂട്ടി ചെയ്തിരിക്കും. നമ്മുടെ സെന്നു 800 കൊണ്ടു നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് എടുത്ത സമയത്ത് എല്ലാ സ്വിഫ്റ്റുകളും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഐഡന്റിറ്റി കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അർജേട്ടൻ പറഞ്ഞു ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മുടെ വണ്ടിയെ മാറ്റിത്തരാം അല്ലെ? ഇതാണ് മിസ്റ്റർ ഗുബൂട്ടിന്റെ സാമ്രാജ്യം. അതായത് ഇവിടെ കിടക്കുന്ന വണ്ടി കണ്ടോ? ഇതൊക്കെ നമ്മുടെ ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് വന്ന ഉടനെ തന്നെ നേരെ നമ്മുടെ അരിഞ്ചേട്ടനോട് കൊടുത്തേക്കുവാണ്. അതേപോലെ നമ്മുടെ വണ്ടി അരിഞ്ചേട്ടനോട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? ഇവിടെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ കിടക്കുന്നുണ്ട്. ഈ ഒരു താർ റോക്സ് കമ്പനിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നേ ഉള്ളൂ അല്ലെ? ഇത് രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇതെന്താണ് ഇതിനകത്തുള്ള വർക്ക്? എന്താണ്? ഇത് കസ്റ്റം വർക്ക് ഉണ്ട്. നമ്മളിപ്പോ ഇതിന്റെ കളർ, ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇതാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഗ്ലാസിന്റെ ഒരു ഡിസൈൻ മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കസ്റ്റം പെയിന്റിങ്ങിലൂടെ ഇതൊന്ന് ലുക്ക് ഒന്ന് മാറ്റിയെടുക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ നമ്മുടെ ഇത് എർട്ടിഗല്ലേ? ഫുൾ ആക്സിഡന്റ് ആയിരുന്ന വണ്ടിയായിരുന്നു. പലയിടത്തും ചെന്നപ്പോ ഇത് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് റീപ്ലേസ് ചെയ്യാതെ ഇത് ഇടിച്ച വണ്ടിയാണോ? ഇടിച്ച വണ്ടിയാ. എന്റെ ദൈവം ഈ ലെവലാക്കി. കസ്റ്റമർക്ക് അതിന്റെ ഒറിജിനൽ സാധനം വേണമെന്ന് പറഞ്ഞു. പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്, സെറ്റാക്കി എടുത്ത്. അതേപോലെ ഇങ്ങോട്ടേക്ക് ഒരു രാജാവ് കിടക്കുന്നുണ്ടാ എന്റെ പൊന്നെ. അത് ചേട്ടാ ഈ ഒരു വണ്ടി എന്റെ ഒരു ആഗ്രഹമാണ്. ഒരു ദിവസം നമ്മളിത് എടുത്തിരിക്കും ഈ ഒരു സാധനം. ഇതിപ്പോ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു വണ്ടിയാണ്, പോളോയാണ്. ഇതൊരു വെറൈറ്റി കളറാണല്ലേ? അതെ, ഇത് പോർഷയുടെ ഒരു കളറാണ്. ഓക്കെ, ഇതൊരു പോളോയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഇത് പുറത്തൊരു ലോഡ് വണ്ടി, ഇതിന്റെ അകത്തൊരു ലോഡ് വണ്ടി അല്ലേ? അടിപൊളി. എന്തായാലും ചേട്ടാ സിമ്പിൾ ആണ് കേട്ടോ അല്ലെ? ഇത്രയും വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ള ഒരു ജാടയും കാര്യങ്ങളൊന്നും ഇല്ല. മുതലാളി തന്നെയാണ് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും നടന്ന് കാണിച്ചു തന്നത്. അത്രേ ഉള്ളൂ. ആ ചിന്താഗതി കേട്ടോ നമ്മൾക്ക്. എന്താ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കത്തില്ല. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ദൈവത്തെ പോലെ ഓരോ വണ്ടികൾ നമ്മൾ കാണും. സത്യം. ഈ വണ്ടി എന്താ വർക്ക് എന്താണ്? ഇത് അത്യാവശ്യം ഒരു വൈറൽ വാഹനം ആകും. കാരണം എന്ന് വെച്ചാല് നല്ല വർക്കുണ്ട്. ഫുൾ ബോഡി പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അത് കസ്റ്റമൈസേഷനാണ് കൂടുതൽ. കസ്റ്റമർ കാശ് മുടക്കിക്കൊണ്ടേ ഇരിക്കും. തികയുന്നില്ല. വണ്ടി ഇടിച്ചല്ലേ? വണ്ടി കുറച്ച് തട്ടലുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ പെയിന്റിങ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. കസ്റ്റമർ വളരെയധികം ഡ്രീം ചെയ്തിരിക്കുക ഇതിന്റെ ഓരോ അപ്ഡേഷൻ. അടിപൊളി. ഫെബ്രുവരി 5-ാം തീയതി ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു തന്ന സ്വിഫ്റ്റ് ആയിരിക്കില്ല എനിക്ക് തരാൻ പോണത്. അടിമുടി മാറ്റിയിരിക്കും. അപ്പോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഫെബ്രുവരി 5-ാം തീയതി നിങ്ങളെ വണ്ടി കാണിച്ചത് റിവീൽ ചെയ്ത് കാണിച്ചതിന് ശേഷം ഞങ്ങൾ വിശദമായിട്ട് പറയാം അല്ലെ? അപ്പോ സംഭവം ഉഷാറാവട്ടെ. അപ്പൊ മിസ്റ്റർ ഗുബൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഏറ്റവും ഇസഡ് സൊല്യൂഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ വെറുതെ അല്ല. കാരണം ഞാനിപ്പോ നിൽക്കുന്നത് മിസ്റ്റർ ഗുബൂട്ടിൽ തന്നെ കാർ ആക്സറീസ് ചെയ്യുന്ന നമ്മുടെ ആഡ് ഓണിലാണ്. ഹായ് ബ്രോ. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ അങ്ങനെ കുറച്ച് ആക്സറീസ് അങ്ങനെ ആഡ് ഓണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. കാണുന്നത് ഇത്ര ഐറ്റംസ് ആണ്. ഈ കാണുന്ന ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു ഫോഗ് ലാമ്പ് ആണ് കേട്ടോ. നമ്മുടെ വണ്ടി ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ ഫോഗ് ലാമ്പ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് ആഡ് ഓൺ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഫോഗ് ലാമ്പ് LED ടൈപ്പ് ആണ്, LED ഫോഗ് ലാമ്പ് ആണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫോഗ് ലാമ്പ് ഒക്കെ പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വാറണ്ടി പോകുമോ? ഇല്ല, പോകത്തില്ല. എന്താ അത്ര കോൺഫിഡന്റ് പറയുന്നത്? നമുക്ക് കംപ്ലീറ്റ് വയറിംഗ് കാര്യങ്ങളെല്ലാം ആയിട്ടാണ് വരുന്നത്. വയർ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കറക്റ്റ് സ്വിച്ചിൽ നിന്നുള്ള കണക്ഷനും നമ്മളെ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന കണക്ഷൻ എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നതാണ്. സെപ്പറേറ്റ് ഒരു വയർ കട്ടിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലെ പേടി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വാറണ്ടി പോകുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന നമ്മുടെ സ്പോയിലർ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കമ്പനിയിൽ നിന്ന് ചെയ്തില്ല. കാരണം അതിനേക്കാൾ നല്ല ബെസ്റ്റ് ബഡ്ജറ്റിൽ നമ്മുടെ ആഡ് ഓണിൽ നിന്ന് എനിക്ക് തന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്തില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന 5M ഹോൺ ആണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു ഹോണിന്റെ പ്രത്യേകത? എന്താണ് നമുക്ക് ബാക്കിയുള്ള നോർമൽ ഹോണൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇവിടെ കംപ്ലൈന്റ് റിട്ടേൺ വന്നു തുടങ്ങിയോണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് എടുത്തത്. ഇത് അപ്പൊ ഹാപ്പിയാണ്, കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. ഓക്കെ, ഇത് ഏത് വണ്ടിയുടെ ഹോണുമായിട്ടാണ്? ഒരു സിമിലർ ഹുണ്ടായി ക്രെറ്റയുടെയും കിയ സെൽട്ടോസിന്റെ ഒക്കെ ഒരു ആ ടോണായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവര് നമ്മുടെ വണ്ടിയിലേക്ക് ഇപ്പൊ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് ജസ്റ്റ് മേടിക്കുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം തോന്നി. കാരണം അത്യാവശ്യം നല്ല ബഡ്ജറ്റിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ, അതായത് കാർ ആക്സറീസ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കൊണ്ട് മിസ്റ്റർ ഗുബൂട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്സറീസ് ചെയ്യാൻ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആഡ് ഓൺ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വണ്ടിയിലേക്ക്
ചെയ്തു തരുന്നതാണ്. മിസ്റ്റർ ഗുബുട്ടിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോൾ ഒരു ടോപ്പ് എൻഡ് വണ്ടിയായിട്ട് ഇറങ്ങും അല്ലേ? അത്രേ ഉള്ളൂ. അരിച്ചേട്ടാ, നമ്മുടെ വണ്ടിയുടെ വർക്ക് എന്തായി? സെറ്റ് കണ്ടു നോക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ വണ്ടി എങ്ങനെ എത്തിക്കാൻ പോവാണ്. കണ്ടേക്കാം. നമ്മുടെ വണ്ടിക്ക് നമ്മൾ മിസ്റ്റർ ഗുബൂട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടിക്ക് പേര് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ അറിയാം, നിങ്ങൾക്ക് സെൻ ഉണ്ട്, 800 ഉണ്ട്, ആറ്റം ഉണ്ട്, നീമോ ഉണ്ട്. അങ്ങനെ പറയണം. നമ്മുടെ മൂന്നാമത്തെ ചെറുക്കൻ ടെക് ബോയ്. ഇവനെ സത്യം പറഞ്ഞ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന് ആഗ്രഹിച്ച് മേടിച്ചൊരു മുതലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേര്, അതായത് ടെക് ക്യാച്ചർ എന്ന പേരിനോട് അടുത്ത് നിൽക്കുന്ന തന്നെ ടെക്, അതായത് എൻ്റെ ബോയ്, അതായത് ടെക് ബോയ്, ടെക് ക്യാച്ചറിന്റെ ബോയ്, അതായത് ടെക് ബോയ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഇവര് മിക്കവരും വിചാരിച്ചത് എന്താ പറയുക, നമ്മുടെ വണ്ടി കളർ ചേഞ്ച് ചെയ്യുവാണെന്നാണ്. ചില ആൾക്കാർ നീല അടിക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു. ചില ആൾക്കാർ നീലയൊക്കെ അടിക്കുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളർ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു വെള്ള വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പം വെള്ള വണ്ടി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ റൂഫ് ഞാൻ വിചാരിച്ചു നമ്മുടെ സുസൂക്കി നമുക്ക് ബ്ലാക്ക് തരുമായിരിക്കുന്നു. പക്ഷെ അവർ തന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി, ഒരുപാട് വണ്ടികൾ വൈറ്റ് സ്വിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നമ്മുടെ ഫോളോവേഴ്സ് ആരും തിരിച്ചറിയുന്നില്ല. എല്ലാവരും കുറച്ചു നേരം ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും അകത്ത് ഞാനുണ്ടെന്ന് അറിയുമ്പോഴാണ് എൻ്റെ വണ്ടി ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ റൂഫ് നമ്മൾ അങ്ങനെ പക്കായായിട്ട് നല്ല കിഡിലൻ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല, ആ രീതിയിലുള്ള പെയിന്റിംഗ് വർക്കാണ് നമ്മുടെ ഗുബൂട്ടിൽ ചെയ്തിരിക്കുന്നത്. പിന്നുള്ള ഐഡന്റിറ്റി എന്നുള്ളത് നമ്മുടെ ടെക് ബോയ് അല്ലേ? ടെക് ക്യാച്ചറിന്റെ പോയി ടെക് ബോയ്. നിങ്ങളുടെ കൂടെയാണ് ഞാൻ ഈ ഒരു വണ്ടി കാണാൻ പോണത്. എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ, അതായത് ലൈവായിട്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറയും. കുഴപ്പമില്ലല്ലോ? ഓക്കെ ബാ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്, അതായത് അരുൺചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് അരുൺചേട്ടൻ തന്നെ വിശദമായിട്ട് പറയും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മളിപ്പോ റൂഫ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് പെയിന്റ് ചെയ്ത് മാത്രമല്ല, നമ്മൾ റൂഫിന് എ പില്ലർ ബി പില്ലറിലോട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ഷേപ്പ് ചെയ്തിട്ടുണ്ട് ബോഡി. അപ്പൊ തന്നെ കാണാൻ രസമായി, ഒരു മിനി കൂപ്പർ ടച്ച് ആയിട്ടുണ്ട്. അതെ, തൊടുമ്പോ തന്നെ ആ ഒരു വ്യത്യാസം, അതായത് സെറാമിക്. നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഈ വണ്ടിയിലാണ്. നമ്മുടെയിലാണ്. ഓക്കെ, എന്താണ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തത്? സെയിൻകോബിന്റെ ആണ് ബ്രാൻഡ്. നമ്മൾ പണ്ട് തൊട്ടേ സെയിൻകോബിന്റെ തന്നെയാണ്. എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇപ്പൊ പല പല പേരിൽ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അതിനെക്കാട്ടൊക്കെ മികച്ചതാണ് നമ്മുടെ ഈ ഒരു പേര് ചെയ്തിരിക്കുന്നത്. സെറാമിക് പേര് മാത്രമേ ഉള്ളൂ, സാധനം വേറെ ലെവലാ, മൂഡാണ് വേറെ. വാഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതെ. മിസ്റ്റർ ഗുബൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അരുൺചേട്ടന് നീലയോടുള്ള ഒരു ഇഷ്ടം അല്ലെ? അരുൺചേട്ടൻ സത്യം പറ, നീലയോട് ഇഷ്ടമാണ്. എന്താണ് അരുൺചേട്ടൻ ചെയ്തിരിക്കുന്ന ആ ഒരു വ്യത്യാസം? അതായത് ബ്ലാക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു നീല ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മുടെ വണ്ടിയിലും ഗുബൂട്ടിന്റെ ആ ഒരു എന്താ പറയാ അല്ലെ, ഐഡന്റിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ബ്ലൂ ടിന്റ്, അത് വെയിലത്തിടുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ ആ ഒരു ടിന്റ്. ഐശ്വര്യം വേറെ കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്ത് പോയിട്ട് അടുത്ത വർഷം വേറെ പുതിയ വണ്ടിയായിട്ടാണ് വരുന്നത്. അതാണ്, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡീക്രോം ചെയ്തിട്ടുണ്ട്, നമ്മുടെ സുസുക്കിയുടെ ലോഗോ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് അല്ലെ, ഫോഗ് ലാമ്പ്. അതായത് നമ്മുടെ ഗുബൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ, അതായത് ഫ്രം A to Z എല്ലാം നമ്മുടെ ഗുബൂട്ടിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങളിപ്പോ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി ഡയറക്റ്റ് ഇവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് ബോഡി ഷോപ്പിലാണ് നമ്മുടെ വാഹനം കിടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, സെറാമിക് ചെയ്യുന്ന സ്റ്റുഡിയോ ആണ്. ഇറക്കിയപ്പോ ബേസ് വേരിയന്റ് ആണ് എന്നൊക്കെ പലരും, അത് നമ്മൾ വീഡിയോ ഇട്ട സമയത്താണ് നിങ്ങൾക്ക് ഒരു ടോപ്പ് എൻഡ് എടുക്കാനുള്ള കഴിവില്ലടാ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടി ഇപ്പൊ നമ്മൾ ടോപ്പ് എൻഡ് ആക്കി ആ ലെവലിലേക്ക്. അതായത് ടോപ്പ് എൻഡിൽ മാത്രമേ റൂഫ് ബ്ലാക്ക് വരുന്നുള്ളൂ, കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ഫുള്ളി സെറാമിക് ചെയ്ത് പക്കയാക്കി നമ്മുടെ വണ്ടി അങ്ങനെ ഹരിചേട്ടൻ കയ്യിലോട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ പുറത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നമ്മുടെ എഞ്ചിൻ റൂം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എഞ്ചിൻ റൂം നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെടിപ്പാക്കി. അതേപോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയിൽ എലി
എലി പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറി ഒളിച്ചിരുന്നിട്ട് പണി കിട്ടത്തില്ല, ഇരുന്ന് ചാകത്തില്ല. കാരണം ഇവൻ ഇതിന്റെ അകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവനെ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങാൻ തോന്നും. ആ ഒരു സംഭവം ഒരു സാധനമാണ് നമ്മുടെ എഞ്ചിൻ കോട്ടിങ്. എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്കൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും കാര്യങ്ങളും വരില്ല. നമ്മുടെ മിസ്റ്റർ ഗുബൂട്ട് ഫാൻസുകാർക്ക് ഒരു പ്രത്യേക എന്താ പറയാ, ഒരു എന്താ പറയാ, അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടുള്ള നമ്മുടെ PPF. അതെ, PPF നമ്മളെ തുടങ്ങിയിരിക്കുകയാണ്. അതും ഗംഭീരമായിട്ട് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആയിട്ട്, PPF മാത്രം ചെയ്യുന്ന ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആയിട്ട് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ ഓപ്പണിംഗ് രീതിയിൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സിന് ഓഫർ ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും, അതായത് എല്ലാ സാധാരണക്കാർക്കും PPF എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്റെ പൊന്നെ, കേട്ടല്ലോ. അപ്പൊ ഒന്നും വിചാരിക്കാനൊന്നുമില്ല, ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, നേരെ അനുചേട്ടനെ വിളിച്ചേച്ചാൽ മതി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഇറങ്ങുവാണ് മിസ്റ്റർ ഗുബൂട്ടിന്ന്. നീണ്ട 10 ദിവസത്തെ വർക്ക് അല്ലേ? 9 ദിവസം കൊണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ മൊത്തത്തിൽ വർക്കും കഴിഞ്ഞ് ഗുബൂട്ടിന്റെ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങുവാണ്. പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ 100% ഉറപ്പോടുകൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, മിസ്റ്റർ ഗുബൂട്ടിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയും ഇതേപോലെ ബ്രാൻഡ് ന്യൂ, പുതിയ വണ്ടിയാണ് എന്നാലും അതിനെക്കാട്ടിലും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ മിസ്റ്റർ ഗുബൂട്ടിയിൽ നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അമ്മി, എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ അരുൺചേട്ടൻ്റെ മിസ്റ്റർ ഗുബൂട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടി നല്ല രീതിയിൽ തന്നെ സെറാമിക് PPF ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. അതേപോലെ റീസ്റ്റോറേഷനും ഉണ്ട്, റീസ്റ്റോറേഷൻ വർക്കും ഉണ്ട്. ഏത് വണ്ടിയും കൊണ്ടുവന്നാൽ പക്കയാക്കി ഗുബൂട്ടിൻ്റെ വണ്ടിയും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.